കോഴിക്കോട് പന്തീരാങ്കാവിൽ പട്ടാപ്പകൽ സ്വകാര്യ ബാങ്ക് ജീവനക്കാരനെ കബളിപ്പിച്ച് 40 ലക്ഷം രൂപ കവർന്ന കേസ് ഏറെ വാർത്താ ശ്രദ്ധ നേടിയിരുന്നു. ഈ കേസിൽ പ്രതി പിടിയിലായിരിക്കുന്നു. പന്തീരാങ്കാവ് സ്വദേശി ഷിബിൻ ലാലാണ് പിടിയിലായത്. പ്രതിയിൽ നിന്ന് 1/2 ലക്ഷം രൂപ മാത്രമേ പോലീസിന് ഇപ്പോൾ കണ്ടെടുക്കാനായിട്ടുള്ളൂ. ബാഗിൽ 1 ലക്ഷം മാത്രമാണ് ഉണ്ടായിരുന്നതെന്നാണ് ഷിബിൻ ലാൽ പോലീസിന് നൽകിയിട്ടുള്ള മൊഴി. എന്നാൽ പോലീസ് ഇത് വിശ്വാസത്തിലെടുക്കുന്നതേയില്ല. സംഭവത്തിന് പിന്നിലെ ആസൂത്രണത്തെക്കുറിച്ച് ഇപ്പോൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. ബാങ്ക് ജീവനക്കാരെയും വീണ്ടും ചോദ്യം ചെയ്തേക്കും. വെള്ളിയാഴ്ച ഉച്ചയോടെ പാലക്കാട്ട് നിന്നാണ് ഷിബിൻ ലാൽ പിടിയിലായത്. കവർച്ചയ്ക്ക് പിന്നാലെ സ്കൂട്ടർ ഉപേക്ഷിച്ച് ബസ്സിൽ തൃശൂരിലേക്ക് പോയ ഇയാൾ പിന്നീട് പാലക്കാട്ടേക്ക് പോവുകയായിരുന്നു. പാലക്കാട്ടെ ബന്ധുവീട്ടിൽ ഒളിവിൽ കഴിയുകയായിരുന്നു പ്രതി. ഇയാളുടെയും ബന്ധുക്കളുടെയും ഫോൺ നമ്പറുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് നിർണായകമായത്. പ്രതിയുടെ പക്കൽ നിന്നും 55,000 രൂപയും പോലീസ് കണ്ടെടുത്തു. ഇയാളുടെ പക്കൽ നിന്ന് കണ്ടെടുത്ത ബാഗ് ഇസാഫ് ബാങ്കിൽ നിന്നും പണവുമായി ജീവനക്കാർ കൊണ്ടുപോയ ബാഗ് അല്ല എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ബാങ്ക് ജീവനക്കാരൻ എത്തിച്ച ബാഗിൽ 1 ലക്ഷം രൂപ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് പ്രതി ചോദ്യം ചെയ്യലിൽ ആവർത്തിക്കുന്നത്. എന്നാൽ പോലീസ് ഇത് വിശ്വസിച്ചിട്ടില്ല. ഫാറൂഖ് ASP ഓഫീസിൽ വിശദമായി ചോദ്യം ചെയ്ത ശേഷം കവർച്ചപ്പണം കണ്ടെടുക്കാനായി പ്രതിയെ പാലക്കാട്ടേക്ക് കൊണ്ടുപോയിരുന്നു. സംഭവത്തിൽ ബാങ്ക് ജീവനക്കാരടക്കം മറ്റാർക്കെങ്കിലും പങ്കുണ്ടോയെന്നും പോലീസ് പരിശോധിച്ചു വരുന്നു. പ്രതി സഞ്ചരിച്ച സ്കൂട്ടർ വ്യാഴാഴ്ച പന്തീരങ്കാവിൽ നിന്നും കണ്ടെടുത്തിരുന്നു. സ്വകാര്യ ബാങ്കിൽ പണയം വെച്ച സ്വർണം ഇസാഫ് ബാങ്കിലേക്ക് മാറ്റിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് ഷിബിൻ ലാൽ ബാങ്കിലെത്തിയത്. പണയമെടുക്കാനുള്ള 40 ലക്ഷം രൂപയുമായി എത്തിയ ബാങ്ക് ജീവനക്കാരൻ അരവിന്ദന്റെ കയ്യിൽ നിന്ന് പണമടങ്ങുന്ന ബാഗ് കവർന്ന ശേഷം പ്രതി സ്കൂട്ടറിൽ രക്ഷപ്പെടുകയായിരുന്നു. സമാന ആവശ്യവുമായി നേരത്തെ മറ്റു 3 ധനകാര്യ സ്ഥാപനങ്ങളെ ഷിബിൻ ലാൽ സമീപിച്ചെങ്കിലും ഇയാൾ പറഞ്ഞ ധനകാര്യ സ്ഥാപനത്തിൽ പണയ ഉരുപ്പടികൾ ഇല്ലെന്ന് കണ്ടതോടെ പ്രതിയുമായുള്ള ഇടപാടിൽ നിന്ന് സ്ഥാപനങ്ങൾ പിന്മാറി. പ്രതിയുമായി വിശദമായ തെളിവെടുപ്പ് നടത്തുമെന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് 18 കോഴിക്കോട്.